So what exactly are nurse practitioners? ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ലൈമി. ഞാനൊരു ബോർഡ് സർട്ടിഫൈഡ് ഫാമിലി നഴ്സ് പ്രാക്ടീഷണറാണ് USA-ൽ. അപ്പോൾ ഇന്ന് ഞാൻ വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ടാണ് വന്നേക്കുന്നത്. ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് നഴ്സ് പ്രാക്ടീഷണേഴ്സ്. ഓക്കെ, നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്. യു ആർ ഗോയിങ് ടു റിയലി ബെനിഫിറ്റ് ഫ്രം ഇറ്റ് ആൻഡ് ഐ വിൽ ഷെയർ ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബിലോ. ഓക്കെ, സോ ദർ വാസ് വൺ വ്യൂവർ ഹു വാണ്ടഡ് മീ ടു put a video on nurse practitioner. അതുകൊണ്ട് ഞാൻ ഓർത്തു ഓക്കെ, നഴ്സ് പ്രാക്ടീഷണറിനെ പറ്റി ഞാനൊന്ന് വിശദമായിട്ടുള്ള ഒരു ടോപ്പിക് ഇടാം. അപ്പോൾ ഈ നഴ്സ് പ്രാക്ടീഷണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? They are actually advanced practice registered nurses, or they are also known as mid-level providers. Okay, so the main responsibility of a nurse practitioner is to diagnose the patient, to treat them, and also to order various labs. For example, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ക്ലിനിക്ക് വരുവാണെങ്കിൽ they diagnose the patient. ഇപ്പോൾ എന്ത് പ്രശ്നമായിട്ടാണ് വന്നേക്കുന്നത്, it may be upper respiratory infection, abdominal pain. അപ്പോൾ അവർക്ക് ഡയഗ്നോസ് ചെയ്യാം. അതുകൂടാതെ they can treat the patient, they can give medications. പിന്നെ എന്തെങ്കിലും ടെസ്റ്റുകൾ ഓർഡർ ചെയ്യണമെങ്കിൽ they have the right to do it, they can do it. For example, MRI, lab tests, X-rays, എന്ത് വേണമെങ്കിലും അവർക്ക് ഓർഡർ ചെയ്യാം. So that's a really good thing. So how do you become a nurse practitioner? ഇതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? First and foremost, you have to become a registered nurse. അപ്പോൾ രജിസ്റ്റേർഡ് നഴ്സ് ആവണമെങ്കിൽ നമ്മൾ 4 കൊല്ലം BSc നഴ്സിംഗ് ചെയ്യണം. BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് you have to work in the hospital or you have to have some form of experience as a registered nurse. Some universities ask 1 year experience as a registered nurse and some want 2 year experience as a registered nurse. ഈ 2 വർഷം എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ you can apply for your master's nurse practitioner degree and that will take around another 2 years. At present master's level nurse practitioner program ആണ് available. പക്ഷേ ഇപ്പോൾ റൂൾസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. Nowadays people are going in for doctorate degree കാരണം rules are becoming more strict. In few years employers are more likely to hire doctorate prepared nurse practitioners. ഇപ്പോൾ ആ റൂള് കംപ്ലീറ്റ്ലി ആയിട്ടില്ല, but still people are taking doctorate degree now just to be on the safe side. So there are different types of nurse practitioners. പല ടൈപ്പുകളുണ്ട്. What they do, what their salaries are. Okay, nurse practitioner there is one called as family nurse practitioner, neonatal nurse practitioners ഉണ്ട്, acute care nurse practitioners ഉണ്ട്, അതുപോലെ തന്നെ women's health nurse practitioners ഉണ്ട്, psychiatry nurse practitioners ഉണ്ട്, ER nurse practitioners ഉണ്ട്. So there's a lot of different kinds of nurse practitioners. So I'll tell you each what they do, what their salary range is. Okay, so ആദ്യം തന്നെ family nurse practitioner എന്ന് പറയുമ്പോൾ they have the ability to see all kinds of patients from small babies up until old age people. അപ്പോൾ അവർക്ക് ആ ഫുൾ റേഞ്ച് ആണ് അവർക്ക് കാണാൻ പറ്റുന്നത്. ബട്ട് മോസ്റ്റ്ലി they are mostly looking at primary care ക്ലിനിക്സിലാണ് അവർ കൂടുതലും വർക്ക് ചെയ്യുന്നത്. അവരുടെ സാലറി റേഞ്ച് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അറൗണ്ട് $99,000 അപ് ടു അബൌട്ട് $125,000. ഇത് ജസ്റ്റ് ഒരു റേഞ്ച് ഞാൻ പറയുകയാണ്. ബട്ട് ദർ ആർ ഫോക്സ് ഹു മേക്ക് റിയലി ഗുഡ് മണി അബവ് $130,000-$140,000 ഒക്കെ they have that earning potential. രണ്ടാമത്തതാണ് നിയോനേറ്റൽ നഴ്സ് പ്രാക്ടീഷണർ. നിയോനേറ്റൽ നഴ്സ് പ്രാക്ടീഷണേഴ്സ് എന്ന് പറയുമ്പം ദേ ആർ യൂഷ്വലി വർക്കിംഗ് ഇൻ നിക്യൂസിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. കൂടുതലും ലൈക്ക് പ്രീമച്യൂർ ബേബീസ്, അതുപോലെ തന്നെ സിക്കായിട്ടുള്ള ബേബീസ്, ലൈക്ക് ICU എന്ന് പറയുമ്പോൾ അഡൾട്ടിനുള്ളവർക്കാണ്. നിക്യു എന്ന് പറയുമ്പോൾ നിയോനേറ്റൽ ICU എന്ന് പറയും. അപ്പം സിക്കായിട്ടുള്ള ബേബീസാണ്, പ്രീമച്യൂർ ബേബീസ് ഉണ്ട്, സർജറി കഴിഞ്ഞിട്ടുള്ള ബേബീസ് ഉണ്ട്, ആൻഡ് ബേബീസ് ഹു ആർ ഓൺ വെന്റിലേറ്റേഴ്സ്. സോ ദേ ടേക്ക് കെയർ ഓഫ് ന്യൂ ബോൺസ്. ഓക്കെ, സ്പെഷ്യലി നിയോനേറ്റ്സ്. അപ്പോൾ അവരുടെ സാലറി റേഞ്ച് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അറൗണ്ട് $125,000. നെക്സ്റ്റ് ഓൺ ദ ലിസ്റ്റ് ഇസ് psychiatry nurse practitioner. Psychiatry nurse practitioners നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. They mainly deal with any kind of mental illnesses. They diagnose psychiatric problems, depression, anxiety, substance abuse. ഇതൊക്കെയാണ് അവർ കൂടുതലും നോക്കുന്നത്. Psychiatry ഭാഗമാണ് അവരുടെ മെയിൻ ഏരിയ ഓർ മെയിൻ ഫോക്കസ്. So one of the best thing is that they can do telemedicine. അതായത് അവർക്ക് ക്ലിനിക്കിൽ പോയി ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. They can sit in their own house. They can just do telemedicine.
Okay, computer വഴി they can talk to the patient in their house, in their own couch, and they can listen to the patient's story, whatever they have problems, and then they can just send in the medication. That's like the best thing, and they make really good money. അവരുടെ സാലറി എന്ന് പറയുമ്പോൾ it's around $150,000. Sometimes they also make about $125 per hour. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, $125 per hour times 40 hours എത്രയായിരിക്കും? ഒരാഴ്ച 40 മണിക്കൂറിലെ ജോലി തന്നെ. അപ്പോൾ 40 മണിക്കൂറിൽ ദർ മേക്കിംഗ് $125 per hour. That's a really good amount. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ കയ്യിലുള്ള ലൈക്കും ഈ കയ്യിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഞാൻ വീഡിയോയുടെ താഴെ വെച്ചേക്കാം. നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോസ് നിങ്ങൾ കമൻസിൽ അറിയിക്കുക. ഐ വിൽ ഡു ദോസ് വീഡിയോസ് ഫോർ യു. ഓക്കെ, നെക്സ്റ്റ് ഇസ് ട്രാവൽ നഴ്സ് പ്രാക്ടീഷണേഴ്സ്. ട്രാവൽ നഴ്സ് പ്രാക്ടീഷണേഴ്സ് എന്ന് പറയുമ്പോൾ ട്രാവൽ നഴ്സസിനെ പോലെ തന്നെയാണ്, ബട്ട് ദേ ഗോ ടു ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓർ ഡിഫറെൻറ്റ് സിറ്റീസ് ആൻഡ് ദേ ഹാവ് ദാറ്റ് പെർട്ടിക്കുലർ amount of assignment. ഇപ്പോൾ 3 month assignment കാണും, 6 month assignment കാണും. They make a lot of money. അവരുടെ I have seen as well as I have heard of people who make around $30,000 per month. അവർക്ക് ഇത്രയും ഹൈ സാലറി എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് സംടൈംസ് ദേ മൈറ്റ് ബി ഗോയിങ് ആൻഡ് വർക്കിംഗ് ഇൻ റിമോട്ട് ആയിട്ടുള്ള പ്ലേസസ്, അതുപോലെ തന്നെ റൂറൽ ആയിട്ടുള്ള പ്ലേസസിലാണ് വെർ ദർ ഇസ് നോട്ട് മച്ച് മെഡിക്കൽ ഫെസിലിറ്റി അവൈലബിൾ. അവർ മാത്രമായിരിക്കും ഒരു മെഡിക്കൽ ഹെൽപ്പായിട്ട് കാണുന്നത്. യുനോ വിതിൻ 20-25 miles ദർ മൈറ്റ് നോട്ട് ബി അനദർ ഡോക്ടർ അല്ലെങ്കിൽ അനദർ പ്രൊവൈഡർ. അതുകൊണ്ടാണ് അവർക്ക് സാലറി ഭയങ്കര ഹൈ ആയിട്ടിരിക്കുന്നത്. എസ്പെഷ്യലി വെൻ പീപ്പിൾ ഗോ ആൻഡ് വർക്ക് ഇൻ പ്ലേസസ് ലൈക്ക് അലാസ്ക ഒക്കെ എന്ന് പറയുമ്പോൾ റൂറൽ ആയിട്ടുള്ള സ്ഥലമാണ്, ഭയങ്കര സ്നോ ആണ്, ഇറ്റ്സ് എക്സ്ട്രീംലി കോൾഡ്. 10-20 മൈലിൽ യു വോണ്ട് ഫൈൻഡ് ഗ്രോസറി സ്റ്റോഴ്സ്. അതുകൊണ്ടാണ് അവിടെ ഭയങ്കര ഹൈ സാലറി, കാരണം നോബഡി വോണ്ട്സ് ടു സ്റ്റേ ദർ. ബട്ട് പീപ്പിൾ ഹു വാണ്ട് ടു മേക്ക് മണി ദേ ഡു ട്രാവൽ അസൈൻമെൻറ്റ്സ്. നെക്സ്റ്റ് ഇസ് ER nurse practitioners, emergency room nurse practitioners. Their salary is around $165,000. Sometimes their salary can also be based on hourly rate. Hourly rate എന്ന് പറയുമ്പോൾ അവിടെ ലോ വാല്യൂ എന്ന് പറയുമ്പോൾ $60 per hour ആയിരിക്കും, ആൻഡ് ദെൻ ഇറ്റ് ക്യാൻ ഗോ അപ് ടു $100 per hour. അവരുടെ സാലറി ഇത്ര ഹൈ എന്താണെന്ന് ചോദിച്ചാൽ ബിക്കോസ് എമർജൻസി റൂമാണ്, വാട്ട് എവർ കംസ് ഇൻ ദ ഡോർ ദേ ഹാവ് ടു ട്രീറ്റ് ഇറ്റ്. MI, cardiac arrest, pregnancy, psychiatry patient, fracture, gunshot wound, എന്ത് വന്നാലും അവരത് ട്രീറ്റ് ചെയ്യണം. സോ ദാറ്റ്സ് വൈ their range, their salary is extremely on the higher side. Next is acute care nurse practitioners. Acute care nurse practitioners കൂടുതലും in ഹോസ്പിറ്റൽസിലാണ് അവർ കൂടുതലും വർക്ക് ചെയ്യുന്നത്. Primary care like me, family nurse practitioner, we work in clinics. ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അക്യൂട്ട് കെയർ എന്ന് പറയുമ്പോൾ ഇൻ പേഷ്യൻറ്റ് സെറ്റിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്, കൂടുതലും ഹോസ്പിറ്റൽസിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് കൂടുതലും അക്യൂട്ട് കേസസ് ആണ് കാണുന്നത്. പേഷ്യൻസ് ഹു ആർ റിയലി സിക്ക്, ദേ ട്രീറ്റ് ദം. ബട്ട് ഇൻ കോൺട്രാസ്റ്റ് ഫാമിലി പ്രാക്ടീഷണേഴ്സ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഔട്ട് പേഷ്യൻ്റ് ആയിട്ട് ഇച്ചിരി കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് കാണുന്നത്. ദെയർ സാലറി ഈസ് അറൌണ്ട് $115,000 up to $145,000. നെക്സ്റ്റ് ഇസ് ജെറന്റോളജി നഴ്സ് പ്രാക്ടീഷണേഴ്സ്. ജെറന്റോളജി നഴ്സ് പ്രാക്ടീഷണേഴ്സ് എന്ന് പറയുമ്പം ദേ യൂഷ്വലി സീ അഡൾട്ട്സ് ഓൺലി. പീഡിയാട്രിക് പോപ്പുലേഷനെ അവർ നോക്കത്തില്ല. അപ്പോൾ അഡൾട്ട്സ് 18 years and above അപ് ടു ഓൾഡർ ഏജ് ഉള്ള ആൾക്കാരെ അവർ നോക്കും. അവരുടെ സാലറി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അബൌട്ട് $118,000 to about $135,000. Next in line is pediatric nurse practitioners. So pediatric എന്ന് പറയുമ്പം they focus on kids, basically 18 years and below ആണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ യൂഷ്വലി സീൻ ഇൻ പീഡിയാട്രീഷ്യൻസ് ഓഫീസസ്, ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അവർ കൂടുതലും വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് വിമൻസ് ഹെൽത്ത് നഴ്സ് പ്രാക്ടീഷണർ. വിമൻസ് ഹെൽത്ത് നഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുമ്പം പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ദേ ആർ മെയിൻലി കൺസേൺഡ് ഓർ ദേ മെയിൻലി ട്രീറ്റ് വിമൻ. അപ്പം പ്രഗ്നൻറ്റ് ലേഡീസ്, അതുപോലെ തന്നെ ദേ ഇഫ് patients have any gynecological issues, prenatal visits, fertility issues, menopausal issue, ഇതൊക്കെയാണ് അവർ കൂടുതലും ഡീൽ ചെയ്യുന്നത്. ആൻഡ് their salary is about $105,000. അപ്പം ഞാൻ പറഞ്ഞ ഈ ഓരോ ടൈപ്പ് ഓഫ് നഴ്സ് പ്രാക്ടീഷണേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, ഇവർക്കെല്ലാം ആ സ്പെസിഫിക് എഡ്യൂക്കേഷനാണ്. ഇപ്പോൾ ഫാമിലി മെഡിസിൻ ആണെങ്കിൽ ഫാമിലി മെഡിസിൻ ഫോക്കസ് ചെയ്തിട്ടുള്ള മാസ്റ്റേഴ്സ് ലെവലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അക്യൂട്ട് കെയർ ആണെങ്കിൽ അക്യൂട്ട് കെയർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ മാസ്റ്റേഴ്സിൽ അവർ പഠിപ്പിക്കത്തുള്ളൂ. ER ആണെങ്കിൽ ദേ ആർ ഗോയിങ് ടു ഫോക്കസ് ഓൺ ER. വിമൻസ് ഹെൽത്ത് ആണെങ്കിൽ
they are going to focus only on women. So that's how they differentiate each nurse practitioners. ഇത് ഞാനൊരു ജസ്റ്റ് ഒരു സാലറി ഒരു റേഞ്ച് പറഞ്ഞതേ ഉള്ളൂ. There are folks who make a lot of money, above the range, and there are folks who make less than what I just explained. അപ്പോൾ നേരത്തെ ലൈക്കും സബ്സ്ക്രൈബും ബെൽ ഐക്കൺ ഞെക്കാത്തവർ മറക്കാതെ ഈ 3 ബട്ടണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച വേറെ ഒരു പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.